നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് പൂര നക്ഷത്ര ഫലമാണ്. ആരോഗ്യപരമായിട്ടുള്ള പല അസ്വസ്ഥതകളിൽ നിന്നെല്ലാം നല്ലൊരു മാറ്റം സംഭവിക്കാനുള്ള സമയമാണ്. പ്രതീക്ഷിക്കാത്ത ഭവനത്തിൽ ഒരു അതിഥി വരാൻ സാധ്യത കാണുന്നു. ആ അതിഥിയാൽ നിങ്ങൾക്ക് ഭാഗ്യം സംഭവിക്കുന്നതുമാണ്. അതിനാൽ വളരെ സാമ്പത്തികമായിട്ട് മുന്നേറാൻ ഉള്ളൊരു തുടക്കം കുറിക്കുന്ന സന്ദർഭമായിരിക്കും അതിഥിയുടേത്. ദൈവാനുഗ്രഹത്താൽ ഒരു നിമിത്തപ്രകാരമായിരിക്കും അതിഥി നിങ്ങളുടെ ഭവനത്തിൽ എത്തുന്നത്. അതിനാൽ നിങ്ങൾ ഊഹിക്കുന്നതിലേറെ മികച്ചതായിരിക്കും. ധനപരമായിട്ടുള്ള മാറ്റങ്ങൾ സൗഭാഗ്യത്താൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കും. പൂരനക്ഷത്രത്തിലുള്ള വ്യക്തികൾ കുടുംബത്തിൽ സന്തോഷവും സമാധാനത്തിന് വേണ്ടി എല്ലാ ത്യാഗവും സഹിക്കുന്ന വ്യക്തികളായിരിക്കും. കഠിനാധ്വാനവും പ്രയത്നവും മൂലം നല്ല ഫലം ലഭിക്കുന്ന വ്യക്തികളുമായിരിക്കും. കുടുംബത്തിന് വേണ്ടി എന്ത് തന്നെ ത്യാഗം സഹിക്കുന്ന വ്യക്തികളാണ് എങ്കിലും അവർക്ക് വേണ്ടി പല ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടായിരിക്കും കുടുംബം സന്തോഷപ്രദമാവട്ടെ എന്ന് കരുതിയിട്ട് മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാണ്. മനോഹരമായിട്ടുള്ള ഒരു കുടുംബജീവിതമായിരിക്കും പൂരനക്ഷത്രക്കാരുടേത്. ഏതൊരു കാര്യത്തിന് തുടക്കം കുറിക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ധനലാഭം കൈകളിലെത്തുന്നതാണ്. അതിനാൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്ന ഒരു അന്തരീക്ഷം ഈ പൂരനക്ഷത്രത്തിലുള്ള വ്യക്തികൾക്ക് അത്തരത്തിലുള്ള ഒരു ഭാഗ്യം അനുഭവിക്കാനുള്ള ഒരു സമയം കൂടിയായിട്ടാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മികച്ച ഫലം ലഭ്യമാകുന്ന സമയമാണ്. ആഗ്രഹിക്കുന്നതിൽ ഉപരി വിജയം കരസ്ഥമാക്കാനുള്ള സമയമായിട്ടാണ് കാണുന്നത്. ശത്രുദോഷങ്ങളാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വ്യക്തികളിൽ പലർക്കും പല രീതിയിൽ വളരെ വിഷമത്തോടും പല സാഹചര്യത്തിൽ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ കഴിയാത്തൊരവസ്ഥയെ ഉണ്ടായിട്ടുണ്ടാവാം. അതിനാൽ ഇനിയുള്ള സമയത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സഫലമാവാനുള്ള സമയം കൂടിയായിട്ടാണ് കാണുന്നത്. പണപരമായിട്ടുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറുക. കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. അതിനാൽ ധനനഷ്ടത്തിനുള്ള സമയം കൂടി കാണുന്നതിനാൽ വളരെ ശ്രദ്ധിക്കുക. ശത്രുദോഷങ്ങൾക്കായിട്ട് ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക. ചുവന്ന പട്ട് സമർപ്പിക്കുന്നതും അത്യുത്തമമാണ്. പലതരത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങുവാൻ വളരെ ശക്തമായിട്ടുള്ള അമ്മ മഹാമായയുടെ അനുഗ്രഹം ഭവനത്തിൽ നിറയുന്നതുമാണ്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ കഴിയാവുന്ന വഴിപാട് സമർപ്പിക്കുക. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാ തടസ്സങ്ങളും നീക്കിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിനാൽ വളരെ ഉത്തമമായിട്ടുള്ള സമയം വരുന്നതിനാൽ പല തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി കുടുംബ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ശുഭകാര്യങ്ങൾക്കും തുടക്കം കുറിക്കാനുള്ള സമയമായതിനാൽ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ശുഭം.